അണ്ണക്കമ്പാട് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കുളം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് അണ്ണക്കമ്പാട് പൗരസമിതി രംഗത്ത്. കുളത്തിന്റെ അരികുകൾ കെട്ടി ശുചീകരിച്ച് ഉപയോഗയോഗ്യമാക്കണമെന്നും കുളവും സ്ഥലവും കയ്യേറുന്നത് അവസാനിപ്പിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. അണ്ണക്കമ്പാട് പൊറൂക്കര ബണ്ട് റോഡിന് സമീപത്തെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള അണ്ണക്കമ്പാട് കുളം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് അണ്ണക്കമ്പാട് പൗരസമിതി രംഗത്തെത്തി. കുളത്തിന് സമീപത്ത് പ്രദേശവാസി പൊതുസ്ഥലമായി വിട്ടു നൽകിയ വർഷങ്ങൾക്ക് മുൻപ് നിസ്കാര പള്ളി നിലനിന്നിരുന്നു. എന്നാൽ കാലപ്പഴക്കം കൊണ്ട് പള്ളി തകർന്നുപോയി. മുൻപ് ഈ കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നവീകരിച്ചിരുന്നെങ്കിലും ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ്. കുളത്തിനരികിലൂടെ സ്വകാര്യ വ്യക്തി വഴി നിർമ്മിക്കാൻ ശ്രമം നടത്തിയത് നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് നിർത്തിവെച്ചു. കുളത്തിന് സമീപത്തെ സ്ഥലവും കുളവും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പൗരസമിതി പ്രവർത്തകർ കാലടി വില്ലേജ് ഓഫീസർക്ക് പരാതി നൽകിയിട്ടുണ്ട്. കർഷകരടക്കം നിരവധി ആളുകൾ പ്രയോജനപ്പെടുത്തിയിരുന്ന കുളം ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ്. കർഷക തൊഴിലാളികളും നാട്ടുകാരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന പൊതുകുളം വർഷങ്ങൾക്ക് മുമ്പ് 20 വർഷം മുന്നേ നാട്ടുകാരുടെ ആവശ്യപ്രകാരം ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച കുളം, ആ കുളവും കുളത്തിനോടനുബന്ധിച്ച് കിടക്കുന്ന ഭൂമിയും സ്വകാര്യ വ്യക്തി കയ്യേറിക്കൊണ്ടിരിക്കുകയാണ്. ആ കയ്യേറ്റം അവസാനിപ്പിക്കണമെന്നും കുളം പൂർവ്വസ്ഥിതിയിലാക്കണമെന്നും നാട്ടുകാർ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുകയാണ്. കുളത്തിന്റെ അരികുകൾ കെട്ടി ശുചീകരിച്ച് ഉപയോഗയോഗ്യമാക്കണമെന്നും കുളവും സ്ഥലവും കയ്യേറുന്നത് അവസാനിപ്പിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. NCV ന്യൂസ് എടപ്പാൾ. ഈ അവധിക്കാലം ആർത്തുല്ലസിക്കാൻ മാർച്ച് 28 മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി എടപ്പാൾ സഫാരി ഗ്രൗണ്ടിൽ. മാർച്ച് 28 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ. മറൈൻ മിറാക്കിൾസ് എക്സ്പോ, സഫാരി ഗ്രൗണ്ട്, എടപ്പാൾ.